ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി വിജിലൻസ്. ആരോപണം നിഷേധിച്ച് EU ജാഫർ. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി ജാഫർ. വടക്കാഞ്ചേരി കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന് അന്തസ് കാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് രാജൻ. കോൺഗ്രസിന്റെ പ്രചാരവേല ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ. കേരളത്തിന് പുറത്ത് BJPയും മറ്റ് സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ നാണം കെട്ട കച്ചവടവുമാണ് നടന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീട് കാട്ടാന തകർത്തു. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. ഇരിങ്ങാലക്കുട പടിയൂർ, എടതിരിഞ്ഞി, കാക്കാത്തുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്ത ശബ്ദ സന്ദേശം പുറത്ത്. AU ജാഫറിനാണ് കോഴ വാഗ്ദാനം ചെയ്തത്. അനിൽ അക്കരയുടെ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ വോട്ട് മറിച്ചതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടെന്നാണ് ആരോപണം. ജാഫറിന്റെ ശബ്ദരേഖ സഹിതമാണ് PA ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദം പുതിയ തലത്തിലേക്ക്. UDF സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ CPMന് വോട്ട് മറിച്ചതിനു പിന്നിൽ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് PA ഷാനവാസ് ആരോപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF തീരുമാനിച്ചിരുന്നത് PA ഷാനവാസിനെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും 7 സീറ്റുകൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജാഫർ വോട്ട് മാറ്റി ചെയ്തതോടെ നറുക്കെടുപ്പ് പോലുമില്ലാതെ CPM പ്രതിനിധി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ 2 സ്ഥാനങ്ങളും UDFന് നഷ്ടമായി. സംഭവവുമായി ബന്ധപ്പെട്ട ജാഫറിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട PA ഷാനവാസ് ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും പണം നൽകി ജനാധിപത്യത്തെ വിലക്കെടുത്തവരെ തുറന്നു കാണിക്കുമെന്നും വ്യക്തമാക്കി. ജാഫർ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി സത്യങ്ങൾ കൂടി പുറത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കൂറുമാറ്റവും കോഴ വിവാദവും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ മുകേഷ് ലാൽ പങ്കുവയ്ക്കുന്നു. പഞ്ചായത്തിൽ ഭരണം ഇടതുമുന്നണി പിടിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. ആ ഭരണം പിടിച്ച വഴിയാണ് വിവാദമായതും. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുമുന്നണി നേടിയത്. ഇത്തവണ 14 സീറ്റുകളിൽ 7 LDF 7 UDF എന്ന നിലയിലായിരുന്നു. എന്നാൽ 7 UDFൽ 1 മുസ്ലിം ലീഗ് സ്വതന്ത്രൻ തലി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച EU ജാഫർ ആയിരുന്നു. ഈ EU ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേനാൾ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് സംസാരിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് വലിയ വിവാദമായി മാറുന്നു. ഇതിൽ അദ്ദേഹം പറയുന്നത് തലി ഡിവിഷനിൽ നിന്ന് വിജയിച്ച
ജാഫർ പറയുന്നത് CPM തനിക്ക് 2 ഓപ്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPMന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം എന്നുള്ളതായിരുന്നു ആ ജാഫറിന്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ഈ സംഭാഷണം പുറത്തുവിട്ടത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി PI ഷാനവാസാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തു. ഇടതുമുന്നണി അധികാരത്തിലെത്തി. ഇടതുമുന്നണിക്ക് 8 വോട്ടും UDFന് 6 വോട്ടും എന്ന നിലയിലായി. ഇതേസമയം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫർ വിട്ട് നിൽക്കുകയും ചെയ്തു. ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇടതുമുന്നണിക്ക് തന്നെ ലഭിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ ജാഫർ അംഗത്വം രാജിവെച്ചുകൊണ്ട് കത്തു നൽകി. ഇതാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ചത്. വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു, രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. സംസ്ഥാന മുന്നണി നേതാക്കൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട അവസ്ഥയിലെത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് തങ്ങൾക്ക് ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പണം നൽകി വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതും അന്വേഷിച്ച് നടപടിയെടുക്കും എന്നുള്ളതുമാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചയായി മാറും എന്നുള്ളതിൽ സംശയമില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധമുയർന്നതോടെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി EU ജാഫർ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജാഫറിന് നേരെ പാഞ്ഞെടുത്തത്. തുടർന്ന് ബൈക്കിൽ കയറി ജാഫർ പാവറട്ടി സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അതേസമയം കോഴ വാങ്ങിയെന്ന ആരോപണം ജാഫർ നിഷേധിച്ചു. 1 രൂപ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്ന് ജാഫർ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് നേതാക്കൾ. ഉത്തരേന്ത്യയെ നാണിപ്പിക്കും വിധം കോഴ വിവാദം പുറത്തു വന്നതോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന്റെ അന്തസ് കാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യൻ സംസ്കാരമാണ് CPM ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. CPMന് ആർത്തിമൂത്ത് ഭ്രാന്തായിരിക്കുകയാണെന്നും മറ്റത്തൂർ വിഷയത്തിൽ തങ്ങൾ നടപടിയെടുത്തുവെങ്കിലും ഇവിടെ അവർ നടപടിയെടുക്കുന്നില്ലെന്നും ടാജറ്റ് പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPMും ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. CPMന്റെ അധികാരത്തോടുള്ള ആർത്തിയാണ്, ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. CPMന് അധികാരം തലയ്ക്ക് പിടിച്ചെന്നും പണം നൽകി ആളുകളെ വശത്താക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുമായി എന്നു മുതലാണ് CPM നടപടി ആരംഭിച്ചതെന്നും CPMന്റെ ഉന്നതരായ നേതാക്കൾ അറിയാതെ ഇത് നടക്കില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. കരുവന്നൂർ കള്ളപ്പണത്തിന്റെ തൊണ്ടി മുതലാണോ ഈ ഓഫർ എന്ന് പരിശോധിക്കണമെന്നും OJ ജനീഷ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷ് അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായ ഒരു ഓഫറിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിന്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ ജാഫർ മാഷ് വളരെ കൃത്യമായി പറയുകയാണ്, ഇത് ജീവിതം സുരക്ഷിതമാക്കപ്പെടുന്ന ഒരു ഓഫറാണ്. നോക്കൂ, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നു മുതലാണ് CPM സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ അറിയാതെ ഇത്ര വലിയൊരു ഡീല് നടത്താൻ വേണ്ടി സാധിക്കില്ല. കരുവന്നൂരിലെ കൊള്ളയുടെ ഭാഗമായ തൊണ്ടി മുതലാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരുന്ന, അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരുന്ന ആ തൊണ്ടി മുതലായ പണമാണോ ഈ പണത്തിന്റെ സോഴ്സ് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണവേല
ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഒരു തരത്തിലുമുള്ള വോട്ട് വാങ്ങലും കുതിരക്കച്ചവടം തങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. മറ്റത്തൂരിൽ BJPയുമായി സന്ധി ചെയ്ത് കുതിരക്കച്ചവടം നടത്തിയത് കോൺഗ്രസ് ആണ്. പുകമറ സൃഷ്ടിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ജില്ലയിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അപമാനകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDFിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം ജനാധിപത്യ വിരുദ്ധവും കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ നാണം കെട്ട കച്ചവടമാണ് നടന്നതെന്ന് ബോധ്യപ്പെടുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പറഞ്ഞു. ഇക്കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും CA റഷീദ് ആവശ്യപ്പെട്ടു. UDF സ്വതന്ത്രനായിട്ടാണ് ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചത്. അദ്ദേഹം 50 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറിച്ച് ചെയ്ത് എന്നൊരു വാർത്ത ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളും കാണാനിടയായി. തികച്ചും ജനാധിപത്യ വിരുദ്ധം എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് BJPയും മറ്റു സംഘങ്ങളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ തന്നെ മറ്റൊരു നാണം കെട്ട കച്ചവടമാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ആ കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം ഒളിവിൽ പോയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തു. അത് മുസ്ലിം ലീഗ് ചെയ്തത് മാതൃകാപരമാണ്. ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ CPMന്റെ പ്രതിനിധി നഫീസ ആ തൽസ്ഥാനം രാജിവെക്കണം എന്നുകൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്. TCV ന്യൂസ് തൃശൂർ. വാൽപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. ചുവരും ജനൽപാളികളും തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റ് പ്രദേശത്ത് തോട്ടം തൊഴിലാളിയായ ഗുരുസ്വാമിയുടെ വീടിന്റെ ജനലുകളും വാതിലുമാണ് കാട്ടാന തകർത്തത്. ആക്രമണം ഉണ്ടായതോടെ വീട്ടിലുണ്ടായിരുന്നവർ വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെട്ടു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ പരിസരവാസികൾ ബഹളമുണ്ടാക്കിയാണ് കാട്ടാനയെ തുരത്തിയത്. ഇരിങ്ങാലക്കുട പടിയൂർ എടതിരിഞ്ഞ് കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4-അംഗ സംഘം മോഷണം നടത്തിയത്. എടതിരിഞ്ഞിയിൽ അണക്കത്തിപ്പറമ്പിൽ സോമന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലും സമീപത്തെ ബേക്കറിയിലും അണക്കത്തി അനിലൻ നടത്തുന്ന പലചരക്ക് കടയിലുമാണ് മോഷണം നടന്നത്. ഏകദേശം 50,000 രൂപയും വിവിധ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ നടന്ന മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. 2 ബൈക്കിലായി എത്തിയ മോഷ്ടാക്കൾ നമ്പർ പ്ലേറ്റുകൾ മറച്ചുവെച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ബേക്കറിയിൽ കയറിയ മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് പോയത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. കവർച്ചാ സംഘങ്ങളെ ഉടൻ തന്നെ പിടികൂടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ അഭിപ്രായപ്പെട്ടു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ടോറസും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിൽ പോയിരുന്ന ബസിന്റെയും ടോറസിന്റെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കുറാഞ്ചേരി കല്ലമ്പാറ റോഡിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ക്യാബിനിൽ തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ടിപ്പർ ലോറി റോഡിൽ നിന്നും 15 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ബാറ്ററി ഷോർട്ടായി ക്യാബിൻ കത്തുകയായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പരിക്കേറ്റ ലോറി ഡ്രൈവർ ഫൈസലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് അഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുത്തമ്പള്ളി ഐരൂർ സ്വദേശി വിനായിനി വീട്ടിൽ ഷനീബിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന എരമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലിടിച്ചാണ് അപകടം. പരിക്കേറ്റ ഷനീബിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുവർഷത്തലേന്ന് ബീവറേജസ് കോർപ്പറേഷൻ വിറ്റഴിച്ചത്
125.64 കോടി രൂപയുടെ മദ്യം. ഔട്ട്ലെറ്റുകളിലും വെയർ ഹൌസുകളിലുമായി ഡിസംബർ 31 വിറ്റതിന്റെ കണക്കാണിത്. കഴിഞ്ഞ പുതുവർഷത്തേക്കാൾ 16.93 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ബീവറേജസ് കോർപ്പറേഷനുണ്ടായത്. 2024 ഡിസംബർ 31 വിൽപ്പന 108.71 കോടിയുടേതായിരുന്നു. കടവന്ത്ര ഔട്ട്ലെറ്റാണ് വിൽപ്പനയിലെ ഏക കോടിപതി. 1.17 കോടിയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. രണ്ടാം സ്ഥാനത്ത് പാലാരിവട്ടവും മൂന്നാം സ്ഥാനത്ത് എടപ്പാളുമാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊണ്ടാഴിയിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാകുന്നു. തീപ്പാറ തണൽ ബാലാശ്രമം പ്രദേശത്ത് ചായക്കടയിലേക്ക് പോകുകയായിരുന്ന 74-കാരിയായ ജാനകിയെ നായ കടിച്ചു. കൂടെയുണ്ടായിരുന്ന ആളുടെ ബാഗ് കടിച്ചു നശിപ്പിച്ചു. പരിക്കേറ്റ ജാനകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി ചൂണ്ടാണിക്കടവിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കല്ലൂർ സ്വദേശി 50 വയസ്സുള്ള സതീഷിന്റെ മൃതദേഹമാണ് അന്നമനട ഭാഗത്തു നിന്ന് കണ്ടെത്തിയത്. പുഴയോരത്ത് നടന്ന പുതുവർഷാഘോഷത്തിൽ സതീഷ് അടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇതിൽ സതീഷ് കുമാർ വീട്ടിൽ മടങ്ങിയെത്താതായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. പുഴയോരത്ത് സതീഷ് കുമാറിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പുഴയിൽ വീണതാകാമെന്ന് കരുതി പോലീസും അഗ്നിശമന സംഘവും അന്വേഷണം നടത്തിയത്. വെള്ളമില്ലാത്ത അതിരപ്പിള്ളിയുടെ ദൃശ്യം മ്ലാനതയുണ്ടാക്കിയെങ്കിലും ആനകളെ തൊട്ടരികിൽ കാണാനായതിന്റെ സന്തോഷത്തിലാണ് 2 വിദേശി കുടുംബങ്ങൾ. കുടുംബവുമായി എത്തിയ സ്വീഡൻകാരൻ ഹൂസ് ഓലിയവും ഇംഗ്ലണ്ടിലെ റോണാൾഡിനും നിരാശയിലായിരുന്നു. സിനിമകളിലും സമൂഹമാധ്യമങ്ങളിലും കണ്ടും കേട്ടുമറിഞ്ഞ ഇവരുടെ മനസ്സിലെ അതിരപ്പള്ളിയുടെ രൂപം മറ്റൊന്നായിരുന്നു. ഇതാണ് നേരിൽ കണ്ടപ്പോൾ ഇവരെ നിരാശയിലാക്കിയത്. മടക്കയാത്രയിൽ വെറ്റിലപ്പാറ പാലത്തിന്റെ മറുകരയിലെത്തിയപ്പോഴാണ് ആനകളെ കണ്ടത്. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ പട്ട തിന്നുന്ന കാട്ടാനകളെ ഇവർ 1 മണിക്കൂറോളം നോക്കി നിന്നു. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ഇത്തരം മനോഹര കാഴ്ച ഏറെ ഇഷ്ടപ്പെട്ടുവെന്ന് ഇരുവരും പറഞ്ഞു. Really nice experience to see wild elephants. I'm really excited. It was so nice. Very good start of 2026. Really beautiful. See an elephant, amazing. 2 lovely waterfalls, and yesterday we had a fantastic dinner in the evening at Stirling. It was amazing food. ഇവർ ബംഗളൂരുവിൽ നിന്നാണ് കാറിൽ അതിരപ്പള്ളിയിലെത്തിയത്. മൂന്നാറടക്കം നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ട ശേഷമായിരിക്കും മടക്കയാത്ര. TCV ചാലക്കുടി. കേരള യുക്തിവാദി സംഘത്തിന്റെ യുക്തിരേഖ മാധ്യമ അവാർഡ് ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നംറീന്. 1 ലക്ഷം രൂപയും മൊമെന്റോയും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്നിവ നടക്കും. സമ്മേളനം ഈ മാസം 9 തസ്ലീമ നംറീൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ധർമ്മരാജ് അടാട്ട്, ഗംഗൻ അഴീക്കോട്, അഡ്വക്കേറ്റ് KN അനിൽകുമാർ, TK ശക്തിധരൻ, KD ഉഷ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം K ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണ്ണിരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉത്സവ ബലിയും തിങ്കളാഴ്ച പള്ളിവേട്ടയും നടക്കും. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭന് സ്മാരകം നിർമ്മിക്കാൻ ദേവസ്വവും നഗരസഭയും തയ്യാറാകണമെന്ന് തിരുവെങ്കിടം നായർ സമാജം ആവശ്യപ്പെട്ടു. മന്നം ജയന്തി സമ്മേളനം സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. A. സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M. സുരേന്ദ്രൻ നായർ, രാധാകൃഷ്ണൻ മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർക്ക് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി പൂർത്തീകരിക്കാത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ, സെക്രട്ടറി അഞ്ജുമോൻ വെള്ളാനിക്കാരൻ, VR സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രീ പ്രൈമറി വിഭാഗം, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കുട്ടികളെ കൂടി ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാർ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഉച്ചഭക്ഷണ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പദ്ധതി സൂപ്പർവൈസർ പ്രിയ അധ്യക്ഷത വഹിച്ചു. സ്കൂളുകളിൽ ശാസ്ത്രീയമായ പാചകപ്പുര, സ്റ്റോർ എന്നിവ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുന്നംകുളം പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നാളെ പാരന്റ്സ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രശസ്ത കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ കാർണിവലിനോടനുബന്ധിച്ചുള്ള എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ M ഫിറോസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PA ഷഹീദ്, PTA പ്രസിഡന്റ് നൂറൽ ഹക്ക്, PTA അംഗം സാജിദ് അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരുത്തിക്കാവ് ഭഗവതിക്ക് താലപ്പൊലി സംഘത്തിന്റെ വകയായുള്ള പിള്ളേര് താലപ്പൊലി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12-ന് നടയടച്ച് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടംവലം അണിനിരക്കും. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ ചോറ്റാനിക്കര വിജയൻ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. താലപ്പൊലി സംഘം പ്രസിഡന്റ് N പ്രഭാകരൻ നായർ, സെക്രട്ടറി E കൃഷ്ണാനന്ദ്, GG കൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, KT രാധാകൃഷ്ണൻ നമ്പീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. സമ്മേളനം GNSS ഡയറക്ടർ രാമചന്ദ്രൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പത്മനാഭ പുരസ്കാരം ഡോക്ടർ CR വിനോദ് കുമാറിനും ജയകൃഷ്ണൻ സ്മാരക വ്യവസായ സംരംഭക പുരസ്കാരം മനോജ് പടിക്കലിനും സമ്മാനിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ജനറൽ സെക്രട്ടറി മധു K നായർ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, ശ്രീധരൻ മാമ്പുഴ, രാധാ ശിവരാമൻ നായർ, ബീന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്വന്തം ശാന്തമ്മ ചേച്ചിയുടെ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാള ഉപജില്ലാ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുനിൽകുമാർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് വർഷ വർഗീസ് അധ്യക്ഷയായി. യാത്രയയപ്പ് സമ്മേളനം GP ഗീത ഉദ്ഘാടനം ചെയ്തു. റോബി ജോസ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, ഉപജില്ലാ സെക്രട്ടറി സന്ധ്യ രാമചന്ദ്രൻ, ബീന ജയൻ, റോബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വേട്ടക്കരൻ പാട്ട് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾ 12,008 നാളികേരം എണ്ണിക്കൂട്ടും. ഉച്ചയ്ക്ക് കക്കാട് രാജപ്പൻമാരാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന തായമ്പക അരങ്ങേറും. അത്താഴ് പൂജയ്ക്ക് ശേഷം മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിച്ച ശേഷം ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണം, കളം പാട്ടും എന്നിവ നടക്കും. തുടർന്ന് കോമരം 12,008 നാളികേരം എറിയൽ ചടങ്ങ് നടത്തും. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പടി തിരുനാളിനോടനുബന്ധിച്ച് 15 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ നടക്കും. 4 മുതൽ 8 വരെയാണ് കമ്പടി തിരുനാൾ. തിരുനാൾ ദിവസമായ ബുധനാഴ്ച ദിവ്യബലി, പ്രദക്ഷിണം, ബാൻഡ് ഫെസ്റ്റ് തുടങ്ങിയവയും ഉണ്ടാകും. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, ആന്റണി ജോസഫ്, PD ജോസ്, AC ജെയിംസ്, നിജോ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗീത സതീഷ്, KR സത്യൻ, സക്കീർ ഹുസൈൻ, VM നസീർ തുടങ്ങിയവർ സംസാരിച്ചു.
കർണാടകയിൽ ബുൾഡോസർ രാജിലൂടെ ദളിതരും ന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന 300ഓളം പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിച്ചതിൽ ജനതാദൾ എസ് തൃശൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, ബിജു കൊച്ചുപോൾ, പ്രീജു ആന്റണി തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലുവാമല യൂണിറ്റ് സമ്മേളനം നടന്നു. പ്രസിഡന്റ് ശ്രീധരൻ മലാറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ജയന്തി, ഗ്രാമപഞ്ചായത്ത് അംഗം P അമ്പിളി, പരിഷത്ത് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തൊയക്കാവ് സഫ്ദർ ഹാഷ്മി ഗ്രാമീണ വേദിയുടെ വാർഷികാഘോഷം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് അംഗം സജ്ന ഷിഹാബ് അധ്യക്ഷയായി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ സഫ്ദർ ഹാഷ്മി അനുസ്മരണം നടത്തി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് AK കൃഷ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ പൂർണിമ നിഖിൽ, കൺവീനർ PK സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ K സാമുവൽ അധ്യക്ഷത വഹിച്ചു. നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും. ശാശ്വതമായ പരിഹാരം വരുത്തി പാപനിമിത്തം ദൈവമായുള്ള ബന്ധപ്പെട്ടുപോയ മനുഷ്യനെ പവിത്രനാക്കി കർത്താവായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ നടപ്പിലാക്കുന്ന 3ാമത്തെ ശുദ്ധജല വിതരണ പദ്ധതി നാരായണമംഗലത്ത് നാളെ ആരംഭിക്കും. കനോലി കനാൽ പരിസരത്ത് നടക്കുന്ന ചടങ്ങ് MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ് പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിക്കും. കൊടുങ്ങല്ലൂരിലെ 4 കണ്ടത്തും മേത്തലയിലെ പടന്നയിലും റോട്ടറി ക്ലബ്ബ് നേരത്തെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി നാരായണ ശർമ്മയുടെയും കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ജിതിൻ കല്ലാറ്റിന്റെ നേതൃത്വത്തിൽ കാഴ്ചശീവേലിക്ക് പഞ്ചാരിമേളം അരങ്ങേറി. ആനയൂട്ടും പറയെടുപ്പും നടന്നു. 5 ആനകളോടെ നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവാന്റെ തിടമ്പേറ്റി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണികത്വത്തിൽ പാണ്ടിമേളവും രാത്രി എഴുന്നള്ളിപ്പിൽ ചോറ്റാനിക്കര സുഭാഷിന്റെ പഞ്ചവാദ്യവും അരങ്ങേറി. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് HSS NSS യൂണിറ്റ് കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ PTA പ്രസിഡന്റ് ജോൺ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനറ്റ്, പ്രോഗ്രാം ഓഫീസർ V മിനി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോബി ചുള്ളിക്കാട് കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. പഴയന്നൂർ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ബെന്നി കിടങ്ങൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട്, കൈക്കാരന്മാരായ ടോം ജോസ്, ജിജോ കുന്നക്കാട്ട്, ബോബിച്ചൻ, അതിരക്കുളങ്ങര, ജനറൽ കൺവീനർ ജോർജ് തടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 10, 11 തീയതികളിലാണ് തിരുനാൾ. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,485, പവന് 99,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി വിജിലൻസ്. ആരോപണം നിഷേധിച്ച് EU ജാഫർ. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി ജാഫർ. വടക്കാഞ്ചേരി കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് ജനാധിപത്യത്തിന്റെ അന്തസ് കാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കോൺഗ്രസിന്റെ പ്രചാരവേല ശുദ്ധ അസംബന്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കേരളത്തിന് പുറത്ത് BJPയും മറ്റ് സംഘടനകളും നടത്തിയിരുന്ന വോട്ട് കച്ചവടം പോലെ നാണം കെട്ട കച്ചവടവുമാണ് നടത്തുന്നതെന്ന് ബോധ്യപ്പെടുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിയുടെ വീട് കാട്ടാന തകർത്തു. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. ഇരിങ്ങാലക്കുട പടിയൂർ എടതിരിഞ്ഞ് കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4 അംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.